നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2015 റൊണാൾഡീഞ്ഞോ വിരമിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം ഒരു ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വേണ്ടി അദ്ദേഹം മടങ്ങിയെത്തുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇറ്റലിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. 11 വർഷങ്ങൾക്ക് ശേഷം വിരമിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിയൻ ഇതിഹാസം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ശരിയാണ്, അതിനിടയ്ക്ക് അദ്ദേഹം കുറേ ഫുട്സാൽ മത്സരങ്ങളും പ്രദർശന മത്സരങ്ങളും ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒഫീഷ്യൽ ആയിരുന്നില്ല. ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വേണ്ടി എത്തുന്നു, ഇറ്റലിയിൽ ലീഗ് കളിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റാലിയൻ സീരീസ് സിയിൽ, അതായത് ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ 3rd ഡിവിഷൻ ലീഗിൽ അദ്ദേഹം റാവന ക്ലബിന് വേണ്ടി കളിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇറ്റലിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. 46-കാരനായിട്ടുള്ള റൊണാൾഡീഞ്ഞോ ഈ ക്ലബിൻ്റെ ഓണർഷിപ്പിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സിപ്രിയാനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സിപ്രിയാനി ആ ഒരു ക്ലബിൻ്റെ ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ തന്നെയാണ്, ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഇഗ്നാസിയോ സിപ്രിയാനി. അദ്ദേഹം പറയുന്നു, ഈ ഒരു വരവ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു വിൻഡോ ഡ്രസ്സിങ്ങോ മാർക്കറ്റിംഗ് സ്റ്റണ്ടോ ഒന്നുമല്ല. റൊണാൾഡീഞ്ഞോ ഇവിടെ കളിക്കും. അതേസമയം റൊണാൾഡീഞ്ഞോ റവന FC ഷെയർ ഹോൾഡറായി മാറിയിട്ടുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതാണ് ഈ ഒരു സംഗതികളുടെയൊക്കെ സെൻട്രൽ പോയിന്റ്. അപ്പം അതുകൊണ്ട് തന്നെ പോയിന്റ് ഓഫ് ഓപ്പറേഷൻ അതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ അട്രാക്ഷനും മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒക്കെ നേടണം. അതിനു വേണ്ടിയിട്ടാണ് റൊണാൾഡീഞ്ഞോ അവർ കളിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മത്സരമെങ്കിലും അദ്ദേഹം ഒഫീഷ്യൽ മത്സരം കളിക്കും. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര കളികൾ കളിക്കുന്ന വ്യക്തതയില്ല, പക്ഷെ ഒരു കളി എന്തായാലും അദ്ദേഹം കളിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ കരിയറിലെ അവസാന ഗോൾ അദ്ദേഹം അടിക്കാൻ വേണ്ടി എത്തുന്നു എന്നാണ് സിപ്രിയാനി പറഞ്ഞത്. അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി ഗിഫ്റ്റ് ഈ ക്ലബിനും ഈ സിറ്റിക്കും അദ്ദേഹം നൽകാൻ പോവുകയാണ്. അദ്ദേഹം റാവന്ന ക്ലബിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ മത്സരം കളിക്കാൻ ഇറങ്ങും. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള റൊമാൻറ്റിക് എയിം അദ്ദേഹത്തിനുണ്ട്. ടു ട്രൈ ടു സ്കോർ ദി ഫൈനൽ ഗോൾ ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന ഒഫീഷ്യൽ ഗോൾ അടിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നുകൂടി സിപ്രിയാനി പറയുകയുണ്ടായി. ഏതായാലും റൊണാൾഡീഞ്ഞോ 46-കാരനായിട്ടുള്ള താരം റവന്നയുടെ സീസൺ ഓപ്പണർ മത്സരം അത് റെഗ്യാനക്കെതിരെ വരുന്ന ഈ വീക്കെൻഡിലുണ്ട്. അതിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം കോച്ച് ആൻഡ്രിയ മാൻഡ്രോലിനിയുടെ പ്രീ സീസൺ മത്സരങ്ങളുടെ ഭാഗമായിട്ടൊന്നും പങ്കെടുത്തില്ല. അതുകൊണ്ട് മത്സരം കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഫ്ലുമിനൻസിനായിട്ടാണ് ഏറ്റവും ഒടുവിൽ റൊണാൾഡീഞ്ഞോ കളിച്ചിരുന്നത്. 2015 അവിടെ ബ്രസീലിൽ 2015 കളി അവസാനിപ്പിച്ച താരമാണിത്. ഇവിടെ ഒരു ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വേണ്ടി മടങ്ങിയെത്തുന്നത്. കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ മത്സരത്തിലെ മടങ്ങിയ വരവിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.